എന്താടോ തനിക്ക് പറ്റിയത്? അറിയില്ല സാറേ, എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു ഭാരമുണ്ട്. അതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. കാരണമൊന്നുമില്ല. എന്റെ തലയെ തൊട്ട് ക്ഷേത്രനടയിൽ വെച്ച് സത്യം ചെയ്തത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അതാണോ ഇപ്പൊ ഉള്ളിക്കിടക്കുന്ന ഭാരം? ആ വിഷയത്തിലേക്ക് കടക്കണ്ട. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. സാർ ഉറങ്ങിക്കോ. മോളെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അച്ഛന് വലിയ വിഷമമുണ്ട്. ഇപ്പൊ നടന്ന എല്ലാ സംഭവങ്ങളും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും മഞ്ജു മോളുടെ ചേച്ചിയാണ്. അവളുടെ ശാപം പിടിച്ചുപറ്റാതിരിക്കാൻ മോള് തന്നെ അവളെ ഒന്ന് നേരിട്ട് പോയി കാണുന്നത് നല്ലതാണ്. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് അങ്ങനെ ഒരു ചേച്ചിയില്ല. എന്താ അച്ഛനും മോളും കൂടി ഒരു സംസാരം? അച്ഛൻ പറയുന്ന കേട്ടോ അമ്മേ, ഞാൻ പോയി മഞ്ജുച്ചിയുടെ കാല് പിടിക്കണമെന്ന്. ഞാൻ കാല് പിടിക്കണമെന്നൊന്നും പറഞ്ഞില്ല, പോയി കാണണമെന്നേ പറഞ്ഞുള്ളൂ. മോള് പോയി കണ്ടിട്ട് എന്താ ശരത്തേട്ട പ്രയോജനം? ഈ വീട്ടില് അവൾ അല്പമെങ്കിലും മാന്യത തരുന്ന ശരത്തേട്ടനാ. എന്നിട്ട് ശരത്തേട്ടൻ പോയി കണ്ടില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വീടിനകത്ത് മൊത്തത്തിലൊരു ശ്വാസം മുട്ടലുണ്ട് ദേവേ. ആരുടെയൊക്കെയോ ശാപമുണ്ട്. ഇല്ലെങ്കിൽ കല്യാണം അടുത്തപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അവള് ശപിച്ച ഒന്നും സംഭവിക്കില്ല. കല്യാണം മുടങ്ങിയെന്ന് കരുതി അത് നടക്കാതൊന്നും ഇരിക്കില്ലല്ലോ. ഈ വീടിനകത്ത് ഇപ്പൊ എല്ലാവരും അവരവരുടെ ലോകത്താ. താൻ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഉണ്ണി ജയിലിൽ പോയതോടെ മോളും അങ്ങനെ തന്നെ. മൊത്തത്തിൽ ആർക്കും ഒരു സന്തോഷമില്ല. വീണ്ടും കുടുംബത്തേക്ക് പോകണമെന്ന് ആലോചിക്കുക ഞാൻ. അവിടെ ആയിരുന്നപ്പോ കുറച്ച് മനസമാധാനം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് നേരാ. അമ്മയ്ക്ക് കുറച്ചുകൂടെ അച്ഛന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചൂടെ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. അങ്ങനെ ശ്രദ്ധിക്കുന്നെങ്കിൽ അച്ഛനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പോവോ? ഇനിയിപ്പോ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛനത് കൂടുതൽ വിഷമാവും. ഉണ്ണിയേട്ടൻ ജയിലിലേക്ക് പോയതിനു ശേഷം അച്ഛന്റെ സങ്കടം ഞാൻ നേരിട്ടറിഞ്ഞതാ. 90 ദിവസം കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ പുറത്തിറങ്ങും അമ്മേ? പുറത്തിറങ്ങൂന്ന് ഞാൻ തർപ്പിച്ചു പറഞ്ഞില്ലേ മോളെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 90 ദിവസം തള്ളി നിൽക്കാൻ വലിയ പാടാ. ഞങ്ങളുടെ ജാതകം കൊണ്ട് പോയപ്പോ ജോത്സ്യർ എന്താ അമ്മ പറഞ്ഞത്? പ്രത്യേകിച്ച് തടസ്സമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അങ്ങനെ തടസ്സമൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ അമ്മ കൂടി വിചാരിക്കണം. അമ്മ അമ്മയുടെ സ്വഭാവം മാറ്റിയേ പറ്റൂ. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ശ്വാസം മുട്ടുന്നത് അമ്മയുടെ സ്വഭാവം കൊണ്ടാ. അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അച്ഛൻ തന്നെ ഇപ്പൊ ദേഷ്യപ്പെട്ട് പോയത് കണ്ടോ? അമ്മയ്ക്ക് കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കിയാ പോരെ? പുറത്തുള്ളവരെ കുറിച്ച് എന്തിനാ അമിതമായിട്ട് ചിന്തിക്കുന്നത്? ഉണ്ണിയുടെ ജയിലിൽ നിന്ന് വരുന്നതിന് മുമ്പ് വീണ്ടും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. വേറൊന്നും കൊണ്ടല്ലമ്മേ, അമ്മ ഇപ്പോഴും കാർത്തുവച്ചിയും ഡോക്ടർ ജീവനും തമ്മിൽ കാണുന്നുണ്ടോന്നറിയാൻ പിന്നാലെ നടക്ക. മറ്റെന്തിനേക്കാളും അമ്മയുടെ മനസ്സിൽ അത് മാത്രം. മോളെ, ഞാൻ കാരണം മോളുടെ പോകുന്ന വഴിക്ക് ഒരു കട്ടൻ ചായ കൂടി കുടിക്കണം അല്ലേ ഉണ്ണി? എനിക്ക് വേണ്ട,
കേട്ടോ സാറേ, ഡോക്ടർ ആയതുകൊണ്ട് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തില് നമ്മളെ പോലെ അക്രാന്തൊന്നുമില്ല. വളരെ ലിമിറ്റ് ചെയ്താ കഴിക്കുന്നല്ലേ. പെട്ടെന്നങ്ങ് വീട്ടിലെത്തണം. അവിടെ കുറെ ആൾക്കാർ കാത്തിരിക്കുക പ്രാർത്ഥനയോടെ. ഒന്ന് വിളിച്ചു പറയുന്നത് നല്ലതാ. വേണ്ട വേണ്ട വേണ്ട, നമ്മളവിടെ എത്തിയിട്ട് കണ്ടാ മതി. അതാ അതിന്റെ ഒരു സുഖം അല്ലേ സാറേ? നിന്റെ ഭാര്യ മോളൊക്കെ കാത്തിരിക്കേ. ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് അമ്മ അവളെ അവിടെ ഇട്ട് തൂത്ത് തുടയ്ക്കുമായിരുന്നു. അതുകൊണ്ട് അവളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ദീപൻ പുറത്തു വരണേന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അച്ഛനെ കൊന്ന ഉണ്ണിയ എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും അയാളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതാ. അതുകൊണ്ട് അതിന്റെ വൈരാഗ്യം അവളുടെ മനസ്സിലുണ്ടോന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന നാളെ അവളുടെ അമ്മ ഭ്രാന്തൊക്കെ മാറി തിരിച്ചു വരുമ്പോ അമ്മയും മോളും കൂടി വീണ്ടും എല്ലാരെയും അന്തരീക്ഷത്തിൽ നിർത്തും. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കത്തില്ല സാറേ. ഉണ്ടാകരുത്. അത് തന്നെ ഞാനും പറഞ്ഞു വന്നേ. പഴയതൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല. വാശിയും വൈരാഗ്യം മൂലം പലരുടെയും ജീവൻ തകർത്തതാ കരുണനും ഭാര്യയും മോളും കൂടെ. ഇപ്പൊ വിജിതയുടെ സ്വഭാവമൊക്കെ മാറിയെന്ന വിശ്വാസം. ഇനി അവള് കാരണം ആരുടെയും സമനില തെറ്റരുത്. സാർ എങ്ങനെയെങ്കിലും സാറിന്റെ ഏട്ടത്തെ ഏട്ടനെയും മാറ്റിയെടുത്താൽ മതി. വിജിതയുടെയും അവളുടെ അമ്മയുടെയും കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അവര് പഴയ പോലെ മനുഷ്യരെ കൊന്ന് ജീവിക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ജയിലിൽ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇനി ജയിലിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട ദീപ. എല്ലാവരുടെ സ്വഭാവം മാറ്റിയെടുത്തിട്ട് പരസ്പരം സ്നേഹിച്ച് എല്ലാവരും കഴിയുന്നത് നല്ലത്. ഉണ്ണി പറഞ്ഞാടാ ശരി. ഇനിയിപ്പോ ഉടനെ തന്നെ ഉണ്ണിയുടെയും മാളുവിന്റെയും കല്യാണം നടക്കും. അത് കഴിഞ്ഞ അപ്പച്ചി കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. മാവേലി നാട് കാണാൻ വരുന്നൊരു ദിവസം. അന്നെല്ലാവരും ഉണ്ണിയുടെ തറവാട്ടിൽ വരണം. പിന്നെ നീ എന്റെ ഏട്ടന്റെ ഏട്ടത്തിനും കാര്യം പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത് നിന്റെ ഏട്ടനെ കുറിച്ച്. കഴിഞ്ഞ വിഷുവിന് വിഷുക്കോടിയൊക്കെ ആയിട്ട് കാർത്തൂന് പിന്നാലെ നടന്ന പോലെ ഇനി ഓണക്കോടിയായിട്ട് നടക്കരുതെന്ന് പറയണം. ഇപ്പൊ മകൾക്ക് അച്ഛനോട് വെറുപ്പാ. ആ വെറുപ്പ് അതേപടി തന്നെ നിലനിർത്തണം. ജീവൻ ഉണ്ണിയുടെ തറവാടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വന്നാ ആ ഓണം അലങ്കോലാവും. നിനക്കറിയാലോ, എന്റെ ജീവിതത്തിൽ എനിക്ക് അച്ഛനും അമ്മയേക്കാളൊക്കെ പ്രിയപ്പെട്ടതാ എന്റെ അപ്പച്ചി. അപ്പച്ചിയുടെ മനസ്സിനെ പോറലേൽപ്പിക്കുന്ന ആരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ജീവേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. എന്നാ പിന്നെ പോവാം. എന്റെ മോൻ എടാ കണ്ണാ, അവര് വന്നടാ, വന്നു. എന്റെ ദൈവമേ, എന്റെ മോൻ, മോനെ, മോനെ, ഉണ്ണി, നീ അങ്ങ് ക്ഷീണിച്ചു പോയി കേട്ടോ. എനിക്കത്ര ക്ഷീണമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ശരിയാ, വലിയ ക്ഷീണമൊന്നുമില്ല ദീപ. എനിക്ക് സന്തോഷായിട്ടാ മക്കളെ. വിജിതയും കുഞ്ഞും ദീപനെ കാത്തിരിക്കുക. ആ ഡാ, ഉള്ളത് പറയാലോ, എന്റെ അമ്മ നിന്റെ ഭാര്യയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് വിഷമമൊന്നുമില്ല എന്ന് കണ്ണേട്ടനോട് ഞാൻ പലതവണ പറഞ്ഞാണല്ലോ. അവളെ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും അതൊക്കെ സ്വന്തം അപ്പച്ചി തന്നെയാണല്ലോ. അതിലിപ്പോ ഞാൻ സങ്കടപ്പെടേണ്ട കാര്യം എന്താ? അതെ എന്റെ മോനെ ദീപ, നീ ജയിലിൽ നിന്ന് ഉടനെ വരുമെന്ന് എനിക്ക്
ആരെങ്കിലും വിളിച്ച് വിവരം പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ മോളെ. ഞാനാ പറഞ്ഞത് എല്ലാവരോടും ആരും വിളിക്കണ്ടാന്ന്. എനിക്ക് തന്നെ വന്ന് ഈ സന്തോഷ വാർത്ത ആദ്യം പറയണമായിരുന്നു. രണ്ടാളും പുറത്തിറങ്ങി. ഇനിയിപ്പോ കാത്തിരിപ്പൊന്നുമില്ല. കല്യാണ പെണ്ണാവാൻ തയ്യാറായിക്കോ. ഇന്നോ? ഇന്നെങ്കി ഇന്ന് തന്നെ. അത് വേണ്ട, ഇത്തിരി സാവകാശം കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞാ കല്യാണം. എന്തു പറയുന്നു? അതിന് മോൾക്ക് സമ്മതാ? സമ്മതിച്ചില്ലെങ്കിലും പിടിച്ചു കെട്ടിക്കും. ഉണ്ണിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു ക്ഷീണമില്ല. അവൻ ഹാപ്പിയാ. ദീപൻ അങ്ങനെ തന്നെ. ഇനിയും കേസും കോടതി ഉണ്ടല്ലോ അരുണേട്ടാ. അതൊന്നും കാര്യാക്കാനില്ല. കോടതിയിൽ നമ്മുടെ ഭാഗം ബാധിക്കാൻ മാത്രമേ ആളുണ്ടാവൂ. മറുഭാഗത്ത് ആരും ഉണ്ടാവില്ല. കാരണം എന്റെ മോളും ഭാര്യയും പോലും. പിന്നെ വിധി അനുകൂലമാവാതിരിക്കോ? ഇപ്പോ പുറത്തിറങ്ങാൻ പറ്റോ ഇല്ലെന്നായിരുന്നു സംശയം. അതെന്തായാലും നടന്നു. ഇനി നമ്മള് 2 ഏട്ടന്മാരെയും ജയിലിലേക്ക് വിടത്തില്ല. അങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ പറ്റുമോ? ദൈവങ്ങള് കൂടെ ഉണ്ടെങ്കിൽ ചില വിധികളൊക്കെ വഴി മാറിപ്പോയിക്കോളും. ആ, അതൊക്കെ പോട്ടെ, കല്യാണ ചെറുക്കനോട് സംസാരിക്കണ്ടേ? വാ, നമുക്ക് വിളിക്കാം. ഉണ്ണേട്ടനും ദീപേട്ടും ജാമ്യത്തിൽ ഇറങ്ങിയച്ച. അത് സന്തോഷം കണ്ടപ്പോഴേ തോന്നി. ഇന്ന് മതിലകത്ത് ആഘോഷമായിരിക്കുമല്ലോ. പിന്നെ ഇന്ന് തുടങ്ങുന്ന ആഘോഷം ഇനി കുറച്ച് ആളുണ്ടാവും. മറ്റന്നാള് കല്യാണം നടത്തണമെന്ന് അപ്പച്ചി പറയുന്നത്. ആയിക്കോട്ടെ, എല്ലാം റെഡിയാണല്ലോ. ഇനി ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതായാലും കല്യാണം മുടക്കാൻ 2 ദിവസത്തിനുള്ളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. ഈ വാർത്ത അറിയുമ്പോ സഹിക്കാൻ കഴിയാത്ത 2 പേരുണ്ട്. നമ്മുടെ മൂത്ത മോളും അനന്തരവനും. അവർക്ക് കൊടുക്കാനുള്ള സ്വത്തിനെ പറ്റി അവരോട് പറഞ്ഞേക്ക്. അതോടെ മിക്കവാറും ഈ ദേഷ്യമൊക്കെ തീരും. ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. ചെലവ് കൂട്ടുന്ന ഭാര്യയല്ല എന്റെ കൂടെ. എല്ലാം കണ്ടു അറിഞ്ഞ് ചെയ്യുന്ന ഒരാളാ. അതാ എന്റെ സ്വത്ത്. ഭാഗം വെക്കുമ്പോ എല്ലാവർക്കും തുല്യമായിട്ട് ഭാഗം വെക്കൂ. അവർക്ക് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കും. ഇനിയിപ്പോ സ്വത്തും പണവും മുൻകൂറായി കൊടുത്തിട്ട് സ്നേഹം പിടിച്ചു പറ്റേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കുമില്ല. ആ, കാർത്തു. ഞാനേ ഉണ്ണിയേട്ടന്റെ ശബ്ദം കേൾക്കാനല്ല വിളിച്ചത്, വേറൊരാളുടെ ശബ്ദം കേൾപ്പിക്കാനാ. ഞാൻ കൊടുക്കാം, സംസാരിച്ചോ. ഉണ്ണിയേട്ടാ, ഞങ്ങള് വന്നു മാളു. അങ്ങോട്ട് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ കാർത്തുവ പറഞ്ഞത് നേരിട്ട് വന്ന് കാർത്തുവിന് ഈ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന്. ഇങ്ങനെയുള്ള സാഹസമൊന്നും ഇനി കാണിക്കരുത് കേട്ടോ. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പോകരുത്. അതിന് എനിക്കിനി ശത്രുക്കളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും ശല്യം ചെയ്താ ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ പ്രതികരിച്ചെന്ന് വരും. അങ്ങനെ പ്രതികരിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒന്ന് ആലോചിക്കണം. ചിന്തിക്കാനും സഹായിക്കാനും കഴിയുന്ന കുറച്ചുപേര് ചുറ്റിനും ഉണ്ടല്ലോ. തൊട്ടടുത്തൊരു ഏട്ടനുണ്ട്. പിന്നെ പപ്പേട്ടനും അരുണേട്ടനും ഒക്കെ അരികെ തന്നെയുണ്ട്. ആരോടും പറയാതെ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയല്ല. ഇനി ശ്രദ്ധിക്കാം. വന്നിട്ട് ഉണ്ണേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, പവിത്രടുത്തി നല്ല ഭക്ഷണം വിളമ്പി തന്നു. ഇനി തന്നെ. ഇനി ഞാനില്ലാത്തപ്പോ 2 ആൾ ആവശ്യത്തിന് സംസാരിച്ചോ. പിന്നെ കല്യാണം ഇനി വെച്ച് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതേപറ്റി സംസാരിക്കാൻ പോവാ. എത്രയും പെട്ടെന്ന് മാളുവിനെ നമ്മുടെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നാളെയെങ്കിൽ നാളെ. അയ്യോ, നാളെയൊന്നും വേണ്ട. എന്നാ മറ്റന്നാ. ഓക്കെ, എന്നാ ശരി ഉണ്ണിയേട്ടാ. ശരി. എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അതൊന്നേ നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇത്. ചിലപ്പോ ഭർത്താവിനൊപ്പം അവരെയും പറഞ്ഞു വിടേണ്ടി വരും. എല്ലാരും ഇങ്ങനൊക്കെ പറയുന്നുണ്ട്, കണ്ണേട്ടനും പപ്പേട്ടനും ഒക്കെ. അമ്മ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഭയക്കുന്നത്? പപ്പയെ നേരത്തെ ഭയന്നത് എന്തിന്? എടി, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അത് വെച്ച് മുതലെടുക്കുന്നവരാണല്ലോ നിന്റെ അച്ഛനും അമ്മയും. ഇവിടെ ഇപ്പോ അങ്ങനെ എന്താ അറിഞ്ഞത്? ആ, അതിപ്പോ നിന്നോട് പറഞ്ഞിട്ട് വേണം നീയും ഇനി അപകടകാരിയാവാൻ. എനിക്ക് മനസ്സിലായി ദീപേട്ടാ.
കാർത്തും ജീവേട്ടനും അരുൺ സാറിന്റെ അപ്പച്ചിയും തമ്മില് എന്തൊക്കെയോ ബന്ധമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എടി, അത് ചകഞ്ഞു നോക്കാനായിട്ട് നീ നടക്കണ്ട. എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അത് ഉള്ളിൽ തന്നെ വച്ചേക്കണം. എന്തായാലും കരുണനെയും സുധാമണിയെ പോലെ മറ്റുള്ളവരെ കൊന്ന് ജീവിക്കാൻ എന്റെ ഭാര്യ ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോ സുധാമണി വന്നാലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എടീ, അവർക്ക് മാന്യമായിട്ട് കഴിയാനാണെങ്കിൽ ഈ വീട്ടിൽ കഴിയാം. അതല്ലാന്നുണ്ടെങ്കിൽ തോന്നിയ പാട പൊയ്ക്കോളണം ഈ നാട്ടിന്ന്. ഇവിടെ നിന്ന് ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും ശല്യം ചെയ്ത അമ്മാവനെ കൊന്നത് അനന്തരവനാണെങ്കിൽ അമ്മായി കൊല്ലുന്ന മരുമോനായിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹലോ ഉണ്ണേട്ടാ. ഇനിയിപ്പോ എനിക്ക് വിളിക്കാൻ വിഷമമൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ വിളിക്കുകയും ചെയ്യും. ഇനിയിപ്പോ അങ്ങനെ വിളിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. മറ്റന്നാള് കല്യാണമല്ലേ? അതെ, കല്യാണമാണ്. മറ്റന്നാള് ഞാനിരിക്കുന്ന മുറിയില് എനിക്കിപ്പം ആളും ഉണ്ടാവും. ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് കല്യാണം മതിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കല്യാണം മുടക്കാൻ ഓരോരോ കാരണങ്ങൾ കടന്നു വരും. അതുകൊണ്ട് പെട്ടെന്ന് ആ ചടങ്ങ് നടക്കുന്നതാ നല്ലത്. എന്റെ അഭിപ്രായം അത് തന്നെയാ. ഇവിടെ അരുണേട്ടൻ കമ്പിത്തിരി മത്താപ്പും കൊണ്ടുവരും ആഘോഷിക്കാൻ. ആഘോഷിക്കാനോ? അതേന്നെ, ഉണ്ണിയേട്ടനും ദീപേട്ടനും ജാമ്യം കിട്ടിയില്ലേ, അതൊന്ന് ഗംഭീരാക്കണമെന്ന് കാർത്തുവച്ചിക്കും ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ അടിച്ചു പൊളിച്ചോ. ശരി, ഇനി വിളിക്കോ? വിളിക്കണോ? വിളിച്ചാ ഞാൻ എടുക്കും. എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞ് എനിക്കൊരു മിസ് കോൾ തന്നാ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, ഞാൻ അത് കഴിഞ്ഞ് ഉറങ്ങത്തുള്ളൂ കേട്ടോ. ശരി. ശരി. ഹലോ, ഞാൻ കേട്ടു മോളെ ഫോണിലൂടെയുള്ള സംഭാഷണമൊക്കെ. അത് ശരി, മറന്നു നിന്നെല്ലാം കേക്കായിരുന്നല്ലേ? എല്ലാം ഒന്നും കേട്ടില്ല, പിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് പറയുന്നൊക്കെ കേട്ടു. ഉണ്ണിയേട്ടനെ ഇങ്ങോട്ടാ ഇപ്പൊ വിളിച്ചേ? ആ, പരാതി തീർന്നല്ലോ. വിളിക്കേണ്ട ആള് വിളിച്ചല്ലോ. ഇതിനു മുമ്പ് ഞാൻ വിളിക്കുമ്പോ ഉണ്ണിയേട്ടൻ എടുക്കാതിരുന്നതും എന്നെ വിളിക്കാതിരുന്നതും ഒക്കെ മനഃപൂർവ്വം അല്ലല്ലോ. അതിന് കാരണം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതിന് എന്തൊക്കെ പരാതി പറച്ചിലായിരുന്നു. എന്താ വിളിച്ചത്? ഇനിയിപ്പോ മാളുവിന്റെ ഉണ്ണിയുടെയും വിവാഹത്തിന് തടസ്സമൊന്നുമില്ല. മുഹൂർത്ത സമയത്തെങ്കിലും നിങ്ങൾ എത്തുവോ? ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ ആ സമയത്ത് അവിടെ വേണ്ടേ മോളെ? വേണ്ട, അങ്ങനെ വേണോന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് പ്രത്യേകിച്ച്. കല്യാണ പെണ്ണുണ്ടല്ലോ അവിടെ, അവളെന്നെ ഒന്ന് വിളിച്ചോ? ഞാൻ പറയാം വിളിക്കാൻ. വേണ്ട, അവള് വിളിച്ചാലും ഞാൻ അറ്റൻഡ് ചെയ്യില്ല. അച്ഛൻ ഓരോരുത്തരെ നിർബന്ധിച്ച് കുത്തിയിളക്കി വിളിപ്പിക്കണ്ട. ഏതായാലും കല്യാണം മുടക്കം കൂടാതെ നടക്കട്ടെ. ഒരു ജയിൽ പുള്ളിയല്ലേ അവള് കെട്ടാൻ പോകുന്നത്. അവളുടെ ജീവിതം നന്നായി പോട്ടെ. അനന്തമുണ്ടോ അടുത്ത്? ഉണ്ട്, കൊടുക്കാം. അതിനുശേഷം ഉണ്ണിയേട്ടൻ പോലീസിന് പിടികൊടുക്കുന്നത്. ആരെയാ ഉണ്ണി കൊന്നത്? നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തത്? അമ്മയുടെ ഭർത്താവിനെ തന്നെ. എന്റെ പപ്പയെ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? കേട്ടത് കെട്ടുകഥയൊന്നുമല്ല. എന്റെ പപ്പയെ കൊന്നു ഉണ്ണിയേട്ടൻ. എന്നിട്ട്
ദീപേട്ടനും ഉണ്ണിയേട്ടനും കൂടി ആ ബോഡി മറവ് ചെയ്തു. ഞാൻ ദീപേട്ടന് കൊടുത്ത പറമ്പില്, അതായത് എന്റെ പറമ്പില്. എന്റെ ദേവി, അപ്പോ അങ്ങനെ കൊന്നോ? എന്തിനാ മോളെ അവന്മാരാ മഹാപാപം ചെയ്തത്? എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. മരിക്കുന്ന ദിവസവും അതിന് തൊട്ടു മുമ്പുള്ള ദിവസമൊക്കെ എല്ലാരും പപ്പയെ കാരണം പൊറുതി മുട്ടുമായിരുന്നു. ദീപേട്ടനും കണ്ണേട്ടനും പപ്പേട്ടനും എല്ലാം ഇടയ്ക്കിടയ്ക്ക് പപ്പയെ കൊല്ലൂന്ന് പറയുന്നുണ്ടായിരുന്നു. അരുൺ സാറും അങ്ങനെ തന്നെ. മരിക്കുന്നതിന് മുമ്പ് അരുൺ സാർ പപ്പയെ അടിക്കുകയും ചെയ്തു. അങ്ങേർക്ക് തലയ്ക്ക് സ്ഥിരമില്ലായിരുന്നല്ലോ മോളെ. പപ്പയുടെ അസുഖമൊക്കെ മാറി. തലയ്ക്ക് വെളിയുള്ളപ്പോ തന്നെയാ ഉണ്ണേട്ടൻ പപ്പയെ കൊന്നത്. എന്നിട്ട് അത് കേസൊന്നും ആയില്ലേ? എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? അവസാനം പപ്പയുടെ ബോഡി പോലീസുകാർ കണ്ടെത്തി. അതിനുശേഷം അറസ്റ്റ് നടന്നത്. ഇപ്പൊ രണ്ടാളും ജാമ്യത്തിലാ ഇറങ്ങിയിരിക്കുന്നത്. എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അങ്ങേര് ഒരു സമയത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടതാ. കട്ടും മൂട്ടിച്ചും പലിശയ്ക്ക് പണം കൊടുത്തുമൊക്കെ നിന്നെ രാജകുമാരിയെ പോലെ വളർത്തിയത്. അതൊക്കെ എനിക്കറിയാലോ. പിന്നെ നീ എങ്ങനെ അത് സഹിച്ചത്? സഹിച്ചല്ലേ പറ്റൂ. പപ്പയെ കൊന്നവനെ സഹായിച്ചെന്നും പറഞ്ഞ് ഭർത്താവിനെ കളഞ്ഞ ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ കുഞ്ഞെങ്ങനെ ജീവിക്കും? അത് നേരെ. എന്തായാലും ഈ ദേഷ്യമൊന്നും ദീപേട്ടൻ വരുമ്പോ അമ്മ കാണിക്കണ്ട. എന്റെ ഉള്ളിലും തീപ്പൊരി വീണ് കഴിഞ്ഞു അമ്മേ. പിന്നെ ഞാനൊന്നും പുറത്ത് കാണിക്കാൻ നടക്കാറുമില്ല. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. മാമനെ കൊന്നിട്ടാണോ അവൻ കെട്ടാൻ പോകുന്നത്? അതെ, പപ്പയെ കൊന്നതുകൊണ്ടാ അവന്റെ കല്യാണം മുടങ്ങിയത്. ഇതിപ്പോ ജയിലിൽ നിന്ന് 2 ദിവസം മുന്നേ ഇറങ്ങിയതേ ഉള്ളൂ. പിടിച്ചു പിടിയാലെ കല്യാണം നടത്തുക. അവരെല്ലാം രക്ഷപ്പെട്ടു അമ്മേ. നമുക്ക് എല്ലാം പോയത്. അവസാനം പപ്പയെ ഒരുത്തൻ തല്ലിക്കൊന്നു. സ്വന്തം അനന്തരവൻ തന്നെ. കല്യാണമായപ്പോ ഇടുത്തി പോലെ മറ്റൊരു വാർത്ത വന്നു. അവര് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്തി. ആ സുധാമണി ഭർത്താവ് പോയപ്പോ ഭാര്യ എത്തിയോ? പക്ഷെ ഇവിടെ ഒരു ആശ്വാസമുണ്ട്. അവരുടെ ഓർമ്മ നഷ്ടപ്പെടുന്ന ദീപം പറഞ്ഞത് പഴയതൊന്നും ഓർമ്മയില്ലാന്ന്. കരുണനും ഭ്രാന്ത് മാറിയിട്ട് കുറച്ചങ്ങളെ സമ്മതം തെറ്റിയ പോലെ അഭിനയിച്ചിരുന്നല്ലോ. അതുപോലെ ഇതും അഭിനയമായിരിക്കുമോ? അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. കരുണൻ കൊല ചെയ്യപ്പെട്ട വിവരം സുധ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പതുങ്ങി നടക്കും. ഒരവസരം വരുമ്പോ ആഞ്ഞു കൊത്തുകയും ചെയ്യും. അവളുടെ മകളും അങ്ങനെയാ. രണ്ടിനും ദീപനെ ഭയങ്കര പേടിയ മുത്തശ്ശ. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് കരുതാം. എന്തായാലും നാളെ കല്യാണമാ. അത് മംഗളമായി നടക്കണം. ഇനി ഒരു കാരണവശാലും അതിന് മുടക്കം വരാൻ പാടില്ല. കാണണമെന്നില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ആർക്കും വേണമെന്നില്ല. പോടും തന്നോടല്ലേ പോവാൻ പറഞ്ഞ പോ. ദീപ, അയാള് പറഞ്ഞത് ശരിയായിരിക്കോ? എന്തോന്ന് ശരി? പപ്പയെ കൊന്നതല്ലേ. അങ്ങനെയുള്ളവരുടെ ആത്മാക്കളൊക്കെ അലഞ്ഞു നടക്കുമെന്ന് പറയാറുണ്ട്. നീയൊക്കെ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാലേ നിനക്കൊക്കെ ആയിരിക്കും അങ്ങനെ അലഞ്ഞു തിരയേണ്ടി വരുന്നത്, മരിക്കാതെ തന്നെ. ദേ, നാളെ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാ. ഉണ്ണിയുടെ കല്യാണമാ. രാവിലെ ഉടുത്തൊരുങ്ങി അങ്ങോട്ട് പോകേണ്ടതാ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രണ്ട് മര്യാദക്ക്. ഇനി കിടന്നാലും ഉറക്കം വരില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അങ്ങനെ പിന്നാലെ പോക്കോ. ചെല്ല്. നീ എന്താ ദീപ ഇങ്ങനെയൊക്കെ പറയുന്നേ? പോയി കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞത്? അയ്യോ മോളെ നിക്ക്. അയ്യോ ഞാനിവിടെ വരുന്ന. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലും വന്ന് താമസിക്കാലോ.
ഇപ്പോഴും എന്തോ ഒരു ടെൻഷൻ പോലെ ചേച്ചി. താലി കെട്ട് കഴിയുന്നതോടെ ആ ടെൻഷനൊക്കെ മാറിക്കോളും. ദാ, ഈ വളയോടെ ഇട്. എന്തായി ഒരുക്കമൊക്കെ? ആളൂന് ഇത്ര ഒരുക്കൊക്കെ മതി. പക്ഷേ എനിക്ക് എത്ര ഒരുക്കിയിട്ടും മതിയാവുന്നില്ല. എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് മേക്കപ്പ് ഇത്രയൊക്കെ മതി. എന്നാലും കല്യാണമല്ലേ അപ്പച്ചി, അതിന്റേതായ ഒരു മൂടിയൊക്കെ വേണ്ടേ? സ്വർണം തന്നെ ആവശ്യത്തിലധിക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊരു ഭാരം പോലെ. അപ്പോ അകത്തും പുറത്തും ഭാരം ഉണ്ടല്ലേ? എന്തോ ഒരു ഭയം ഉണ്ടെന്ന് മാളു ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അപ്പച്ചി. എനിക്കും ആ ഭയമുണ്ട് മോളെ. മൊത്തത്തിൽ ഒരു വിഷമം പോലെ. മാളു അന്യ കുടുംബത്തിലേക്കാ പോകുന്നെങ്കിൽ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ എന്താ അപ്പച്ചി കുഴപ്പം? കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്കും അച്ഛനും മോൾക്കൊപ്പം വന്ന് താമസിക്കാം. ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. വരുന്നവരൊക്കെ ചോദിക്കുന്നത് മൂത്ത മോളെയും മരുമോനെയായിരിക്കും. അനന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു പരിധിവരെ പറഞ്ഞു നിൽക്കായിരുന്നു. ഇതിപ്പോ രണ്ടാളും ഒരുപോലെ പ്രതിഷേധമായിട്ട് നിക്ക. എല്ലാവരും മാറി മാറി വിളിച്ചു. ഇതുവരെയും മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ വിളിക്കണ്ടാന്ന്. കല്യാണ സമയത്ത് കല്യാണം മുടങ്ങണേന്ന് പ്രാർത്ഥിക്കുന്നവര് എന്തിനാ വരുന്നത്? കല്യാണം മുടക്കാനായിട്ട് ഇനി എന്തെങ്കിലും ചെയ്തോന്നറിയില്ല. അതാണോ എന്റെ ഭയത്തിന് കാരണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാറും കോളും ഒക്കെ മാറി മോളെ. ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടക്കും. മോളന്ന് എഴുന്നേറ്റേ. എങ്ങനെയുണ്ടെന്ന് നോക്കപ്പച്ചി. മോള് മനസ്സറിഞ്ഞൊരുക്കിയതല്ലേ, പിന്നെ മോശാവോ? രണ്ടാളൊന്ന് ചേർന്ന് നിന്നേ, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ. നന്നായി പ്രാർത്ഥിച്ചു. മനസ്സുരുകി തന്നെ. മുഹൂർത്ത സമയത്ത് കല്യാണം മുടങ്ങണേന്ന്. ഇനി അതിന് പ്രയാസ. ഒരപകടം ഉണ്ടായാ അത് മുടങ്ങുമല്ലോ. എല്ലാ സമയത്തും നമുക്കൊപ്പം തന്നെ ദൈവങ്ങൾ നിൽക്കും മഞ്ജു. കൈക്കൂലി കൊടുത്ത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ആ ശക്തി. മാളുവിന്റെ കരളൊക്കെ മാറ്റിവെച്ചതുകൊണ്ട് സ്ത്രീധനം കൂടുതൽ അവർ കൊടുക്കുമായിരിക്കും. ജയിൽ പുള്ളിയൊക്കെ ആണെങ്കിലും അവനൊരു ഡോക്ടറാ. അതും നന്നായി പഠിച്ച് ഡോക്ടറായ കൂട്ടത്തിലാ. ഈ പറയുന്ന പേരുദോഷമൊക്കെ കുറച്ചു കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അതുകൊണ്ട് ഇപ്പൊ തന്നെ മുക്കാലും അവളുടെ അവന്റെ പേരിലായി കാണും. കാർത്തൂനെ വളർത്തിയ കണ്ണനും അവള് കൊടുക്കുന്ന സമ്മാനങ്ങളായത്